ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ഫാസ്ടാഗിന്റെ പുതിയ നിയമങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഓഗസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓഗസ്റ്റ് തൊട്ട് ആക്ച്വലി നിങ്ങൾ ഫാസ്ടാഗിൽ കുറച്ച് പുതിയ നിയമങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹ്യൂജ് ഫൈൻ അല്ലെങ്കിൽ ഫാസ്ടാഗ് കട്ടാവാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ 2-3 പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് NPCIന്റെ സൈഡിൽ നിന്ന്, അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സുകൾ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയ ഒരു കാർ എടുത്തിട്ട് നമ്മുടെ ഡീലർ വഴി കിട്ടിയ ഫാസ്ടാഗ് ഓണർ ആണെങ്കിലും അതുപോലെ തന്നെ പഴയ ഒരു ഫാസ്ടാഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്താ വെച്ചാൽ ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാസ്ടാഗ് കട്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളില്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GST വേൾഡ് കാണാത്ത പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ ന്യൂസുകളും കമ്പാരിസൺസുകളും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്കും ഇൻസ്റ്റാഗ്രാമിന്റെ പേജിൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 2-3 പോയിന്റ്സുകൾ മെയിൻ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ പോയിന്റ്സ് തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ടാഗിന്റെ, അതായത് നിങ്ങളുടെ ഫാസ്ടാഗിന്റെ എത്ര കൊല്ലമായി നോക്കുക. അതായത് നിങ്ങളുടെ ഫാസ്ടാഗ് 3 to 5 കൊല്ലത്തിന്റെ ഇടയിൽ വരുന്ന ഒരു ഫാസ്ടാഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി KYC നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 31 മുമ്പ്, 2024 ഒക്ടോബർ 31 മുമ്പ് നിങ്ങളുടെ ഫാസ്ടാഗിന്റെ KYC ചെയ്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫാസ്ടാഗ് കട്ടാവും. അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ പഴയ ഫാസ്ടാഗ് ഓണർ ആണെങ്കിൽ, അതായത് നിങ്ങളുടെ ഫാസ്ടാഗ് ഓൾമോസ്റ്റ് ഒരു 5 കൊല്ലം 5 year പ്ലസ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് 5 കൊല്ലത്തിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഫാസ്ടാഗ് റീപ്ലേസ് ചെയ്യണം, പുതിയ ഫാസ്ടാഗ് വെക്കണം. അതാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാസ്ടാഗ് നിങ്ങളുടെ വെഹിക്കിളിന്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ചേസിസ് നമ്പർ ആയിട്ട് ലിങ്ക്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ പുതിയ വെഹിക്കിൾ ഓണർ ആണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും ഒക്കെ അതുപോലത്തെ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ 90 ഡേയ്സിനുള്ളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നിർബന്ധമാണ്. ഒക്ടോബർ 31 മാക്സിമം അവരുടെ ഡേറ്റും സംഭവമൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫാസ്ടാഗ് കട്ടാവാനും, പ്രത്യേകിച്ച് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ടോളിൽ പണി കിട്ടും. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഫാസ്ടാഗ് ബാങ്ക്സും സംഭവമൊക്കെ ഇല്ലെങ്കിൽ അവർ നല്ല ഫൈനും സംഭവമൊക്കെ പിടിക്കും. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഫാസ്ടാഗ് കത്തി, അപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാസ്ടാഗിൽ നിങ്ങളുടെ വെഹിക്കിളിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫോട്ടോ അപ്ഡേറ്റഡ് ആണെന്ന് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിർബന്ധമാണ്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ആയിട്ട് വെക്കാൻ മറക്കരുത്. അതായത് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ആയിട്ട് സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ പുതിയ റൂൾസ് വന്നേക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതായത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഇത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഡെയിലി ഫാസ്ടാഗ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് വരില്ല. നിങ്ങൾ ഇടക്കിടയ്ക്ക് ഫാസ്ടാഗ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പണി കിട്ടുക, അങ്ങനത്തെ അപ്ഡേറ്റ് വന്നതൊന്നും പണി കിട്ടുക. അതുപോലെ തന്നെ ആക്ച്വലി ഇപ്പോൾ ഫാസ്ടാഗ് പ്രൊവൈഡേഴ്സിനോടടുത്ത് NPCI ആക്ച്വലി ഇത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും മെസ്സേജുകളായിട്ടൊക്കെ അത് നോട്ടിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താമസിയാതെ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിലേക്ക് മെസ്സേജും സംഭവമൊക്കെ വരും, അത് വേറെ കാര്യം. അപ്പോൾ KYC ചെയ്തിട്ടുണ്ടോ, അതേപോലെ KYC ചെയ്യാൻ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ, നിങ്ങളുടെ ഏത് ബാങ്കിന്റെ ആണോ KYC അല്ലെ ഫാസ്ടാഗ്, അതിൽ കയറി ലോഗിൻ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ ആക്സിസ് ബാങ്കിന്റെ ഫാസ്ടാഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ആക്സിസ് ബാങ്ക് ഫാസ്ടാഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെബ്സൈറ്റ് കിട്ടും. അതുപോലെ തന്നെ ഏത് ബാങ്കിന്റെ ഫാസ്ടാഗ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പറോ അതുപോലെ രജിസ്റ്റേർഡ് നമ്പറോ നമ്മുടെ കാറിന്റെ നമ്പറോ ഇതിന്റെ നമ്പറോ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡീറ്റെയിൽസും സംഭവമൊക്കെ കേട്ടാ. അപ്പോൾ മറക്കണ്ട, അത് മെയിൻ പോയിന്റ്സുകളാണ്, 3-4 പോയിന്റുകളുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2 ചാനൽ കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വിളിക്കുന്നത് ഷെയർ ചെയ്യുക, കമന്റ് അടിക്കാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് അടിച്ചാൽ മതി, നമ്മൾ എല്ലാ കമന്റും റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലാണ്